ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വന്നത് മീഷോയിലെ കുറച്ച് ഫൈൻഡിങ്സ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്സും. മീഷോയിൽ എന്ത് വാങ്ങുമ്പോഴും ഞാനെന്താ ചെയ്യുക, ചില റീസെൻ്റ് ആയിട്ട് റിവ്യൂസ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് വാങ്ങാറുള്ളൂ. ചിലപ്പോൾ പറ്റിക്കപ്പെട്ടാലോ എന്നൊരു സംശയം മനസ്സിനുള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ ചില ഐറ്റംസിനൊക്കെ റേറ്റ് കൂടും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ ബിലോ 100 ഉള്ളു, 80 റുപ്പീസ് അങ്ങനെയൊക്കെ ഉള്ള കേട്ടോ. കാണിച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ഹെയർ ആക്സസറീസ് കാണിച്ചാൽ, ഹെയർ ആക്സസറീസ് പറയുന്നത് തങ്ങത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് 80 രൂപയുള്ളൂ, 14 എണ്ണം ഉണ്ട്. നമ്മളെ മക്കൾക്ക് 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് എത്ര ക്ലിപ്പ് കിട്ടിയാലും തികയൂല. പക്ഷെ ഫാൻസി ഷോപ്പിൽ പോയി നോക്കിയാലോ നമ്മുടെ പോക്കറ്റ് കീറും. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ്. എപ്പോഴും ഞാൻ സ്കൂൾ തുറക്കാനുള്ള സമയത്ത് മീഷോ നിന്ന് വാങ്ങല. ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ ശരിയാവില്ലേ, എനിക്ക് എക്സ്പെൻസീവായിട്ടാണ് തോന്നാറ്. അത്ര ചിലവാക്കുന്നുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾക്ക് അധികം പൈസ ചിലവാക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ നോക്കി നോക്കുക, ഇത് കഴിഞ്ഞ കൊല്ലം വാങ്ങിയാണെങ്കിൽ മീഷോയിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഇതിൻ്റെ ഇതുപോലെ രണ്ട് ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. മോളിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഉറപ്പുള്ള സാധനങ്ങൾ കേട്ടോ, എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഉള്ള ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ക്യൂട്ടായി ക്ലിപ്സിൽ ബൂബുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവളെ യൂസ് ചെയ്യുന്ന ക്ലിപ്സ്, എന്ന് യൂസ് ചെയ്യുന്ന ക്ലിപ്സാണ് ഇപ്പോൾ ഈ ഷീറ്റിൽ കാണാത്തത്. ഇതിന് 20 എണ്ണം ഉണ്ട് കേട്ടോ. ഇതും ബിലോ 100 ഉള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരേ പ്രൊഡക്റ്റിന് പല റേറ്റിൽ നിങ്ങളുടെ റീസെയിലൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ വാങ്ങുക. എന്ത് സാധനവും അതേ റേറ്റിൻ്റെ കുറച്ച് കുറവ് കാണുന്നുണ്ടോ സെർച്ച് ചെയ്തിട്ട് വേണം വാങ്ങാൻ. ആദ്യം കാണുന്നതിൽ പോയി തലയിടാൻ നിൽക്കരുത്. ഞാൻ വാങ്ങുന്നതൊക്കെ 100ന് മേലെ ഒന്നിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല മീഷോയിൽ. ഹെയർ ആക്സസറീസ് കുറേ കാലം കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇത് 90 എണ്ണം ഉണ്ട്. സെയിം ബിലോ 100 ഉള്ളൂ. നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ള കേട്ടോ. ഇതൊക്കെ മക്കൾ എവിടെ കൊണ്ടേ കളയുന്നത്. നമ്മളെ സേഫ്റ്റി പിന്നെ നമ്മളിത് പോവല്ലേ, കളഞ്ഞു പോവല്ലേ, അതേപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടേ കളയുന്നത്. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ബൾക്കായിട്ടാണ് വാങ്ങുക. തിന്ന് തീർക്കില്ലാന്ന് തോന്നുന്നു ആരെയുണ്ട്. ഇത് പിന്നെ എന്തിനാ ഈ സ്കെയിൽ ഞാൻ വാങ്ങി വെച്ചാൽ എന്താ അറിയോ, 15 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് ബോക്സിൽ വെക്കെങ്കിലും 30 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സ്കെയിൽ ഞാൻ 3-4 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മക്കൾ യൂസ് ചെയ്യാൻ തുടങ്ങി ബാക്കിയുള്ളതാണ് ഈ 2 എണ്ണം. അതൊക്കെ കാണിച്ചു പോകുന്നത്.